ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷ വാർത്തകൾ, നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുക. ടവറാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ട്രാൻസ്ഫോർമേഷനാണ്, ആരും വിഷമിക്കേണ്ട. ഫോർ ഓഫ് പെൻറ്റക്കിൾ, Nine of Pentacles, the Empress, Death, Ace of Pentacles, Judgment, Two of Cups, Eight of Swords, Nine of Cups, Two of Pentacles, Eight of Wands, the Magician, Six of Cups, Six of Wands, Two of Wands. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. വീൽ ഓഫ് ഫോർച്യൂണാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന ഭാഗ്യ ദിവസമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. ഭാഗ്യം തെളിയുകയാണ് പലർക്കും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരുപാട് വന്നിരിക്കുന്നത് എന്താണ്, ഇവിടെ പെൻറ്റക്കിൾ എനർജിയാണ്. സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. അബണ്ടൻസ് വരുന്നു എന്നുള്ളതാണ്. സന്തോഷകരമായ ചില അവസ്ഥകൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ആഗ്രഹിക്കുന്ന തരത്തിലുള്ളത്, അല്ലെങ്കിൽ സ്നേഹമുള്ള വ്യക്തികൾ, നിങ്ങൾ കാണാൻ കൊതിച്ചിരുന്നവർ, നിങ്ങൾ വരാൻ ആഗ്രഹിച്ചിരുന്നവർ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അത് പല വിധത്തിലും പല കാര്യങ്ങളും പല തരത്തിലുള്ള അബണ്ടൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഓവറോൾ എനർജി. ഇവിടെ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന എനർജി അത് തന്നെയാണ്. ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ടവറാണ്. ടവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ട്രാൻസ്ഫോർമേഷനാണ് വരാൻ പോകുന്നത്. നിങ്ങളിലേക്ക് വിളിച്ച ഇരുണ്ടടഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സ്റ്റക്കായിട്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ. അതായത് ഇരുളടഞ്ഞ ഒരു ജീവിതത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. മുൻപോട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ലൈഫ്.
കുറച്ച് നാളുകൾ കൊണ്ടേ നിങ്ങളത് അനുഭവിക്കുകയാണ്. പക്ഷേ അവിടെ വെളിച്ചത്തിൻ്റെ പ്രകാശം, അവിടെ വെളിച്ചം വീശുന്നു, അവിടേക്ക് വെളിച്ചം കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ഇരുണ്ടടഞ്ഞ ഒരു റൂമിലേക്ക് വെളിച്ചം വരുമ്പോൾ എന്താണ്? നല്ല ഒരു സന്തോഷമല്ലേ അനുഭവിക്കാൻ സാധിക്കുന്നത്? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കും പ്രകാശം പരക്കാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇപ്പോൾ ന്യൂ മൂൺ എനർജിയിൽ ഇപ്പോൾ ഇവിടെ പുതിയ ചില തുടക്കങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. പുതിയ ചില മാറ്റങ്ങൾ, നല്ലൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ കടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ എന്നും എന്നും മാറ്റം പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലാതെ ഒരാളിന് മാത്രമല്ല ഇത്. പലർക്കും ഇവിടെ പലർക്കും സംഭവിക്കുന്നില്ല. പലരും ആ ഒരു വേയിലൂടെ വരുന്നില്ല എന്നതാണ് സത്യം. നിങ്ങൾ ആ ഒരു വഴിയിലൂടെ വരൂ, സ്പിരിച്വൽ പാത്തിലൂടെ വരുമ്പോഴാണ് നിങ്ങൾക്കിത് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈ ലൈഫിലെ മാറ്റം സംഭവിക്കണമെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുക, അതിലേക്ക് വരിക. ഇവിടെ പലരും അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ, ഇവിടെ ടവർ മൊമെൻ്റ്, ജഡ്ജ്മെൻറ്റ്, ഇതെല്ലാം പറയുന്നത് എന്താണ്? ദ മജീഷ്യൻ, ഡെത്ത്, ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ന്യൂ മൂണിൻ്റെ എനർജി ആണല്ലോ, ഇന്ന് ന്യൂ മൂൺ ആണല്ലോ. ഈ ന്യൂ മൂണിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് പുതിയ തുടക്കമാണ്. ന്യൂ മൂൺ വന്നിരിക്കുന്നു. ആ ന്യൂ മൂണിൻ്റെ എഫക്ട്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? പുതിയ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഒരുപാട് നാൾ വന്നതാണ്. ഈ ന്യൂ മൂൺ രൂപം കൊണ്ടത് എന്താണ്? കുറേ ദിവസങ്ങൾ എടുത്തിട്ടല്ലേ ഈ ന്യൂ മൂൺ രൂപം കൊണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലും. നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ട്രൈ ചെയ്തിരുന്നു, പ്രയത്നിച്ചിരുന്നു, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പലരും ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത എനർജി കാണുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വന്നിട്ടുണ്ട്. നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവിടെ ദ എംപ്രസ് വന്നിരിക്കുന്നു. ഇവിടെ ഫസ്റ്റ് തന്നെ അത് മേജർ അർക്കാന കാർഡ് ടവർ, പിന്നീട് ദ എംപ്രസ് മേജർ അർക്കാന, ഡെത്ത് മേജർ അർക്കാന, ദ മജീഷ്യൻ, കണ്ടിൽ ജഡ്ജ്മെൻറ്റ്. ഇതൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക്, ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പലരും പുതിയ ജന്മത്തിലേക്ക് കണ്ടിലെടുത്ത ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ചിലർ ഡിവോഴ്സായിട്ട് പോയിട്ടുണ്ട്, ചിലർ മരിച്ചു പോയിട്ടുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ. അവിടെ നിന്നെല്ലാം നിങ്ങൾ പതുക്കെ ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുകയാണ്. ആ ഒരു ദുഃഖത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരുടെ കഥയാണ് ഇവിടെ കാണുന്നത്. അത്തരമുള്ള പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു, നല്ല ഒരു എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലവ് വരുന്നു, പീസ് വരുന്നു, പുതിയൊരു തുടക്കം വരുന്നുണ്ട്. ഇവിടെ സമാധാനം വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് സ്നേഹം വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, പ്രകാശം വരുന്നുണ്ട്. പിന്നെന്താ വേണ്ടത്? ഇവിടെ പ്രകാശമാണ് വരാൻ പോകുന്നത്. ടവർ മൊമെൻ്റ് കഴിഞ്ഞിട്ട് പ്രകാശമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. സ്റ്റെബിലിറ്റിയാണ് പിന്നീട്, കണ്ടില്ലേ, 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴെന്താണ്? സ്റ്റെബിലിറ്റിയാണ് വരാൻ പോകുന്നത്. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തികമായൊരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. പലരും അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടാനോ, അല്ലെങ്കിൽ പെർമനൻ്റായ ജോലി കിട്ടാൻ, അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു എനർജി, അത് നിങ്ങളെ സ്റ്റേബിളാക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പറയാനുള്ളത് വേറൊരു കാര്യമാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളെ നിങ്ങൾ കയ്യിൽ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ വിട്ടുകളയണം. നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ ഇനിയും നിങ്ങൾ വിട്ട് കളയുക തന്നെ വേണം. അതിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കരുത്. ടവർ മൊമെൻ്റ് പറയുന്നത് അത് തന്നെ, ഡെത്ത് അത് തന്നെയാണ് പറയുന്നത്. കാരണം ഡെത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ട് പല കാര്യങ്ങളിലും. പോയവരെ ഓർത്ത്, വിട്ടുപോയവരെ ഓർത്തുള്ള വിഷമം, ലഭിക്കാത്തത് ഓർത്തുള്ള വിഷമം, ആഗ്രഹിച്ചത് ലഭിച്ചിട്ടില്ല, നഷ്ടപ്പെടുന്നു, ഇതിനെല്ലാം ഓർത്ത് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിലും ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ദുഃഖം അനുഭവിച്ചവരുടെ എനർജി ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് വരാനുള്ള എനർജി കൂടുതലായിട്ടും കാണുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു പുനർജനനം നടക്കാൻ പോകുന്നുണ്ട്. പുനർജന്മത്തിലേക്ക് നിങ്ങൾ കടക്കുന്ന എനർജിയാണ്. തൂവലെല്ലാം കൊഴിച്ചിട്ട് ഒരു പക്ഷി എങ്ങനെയാണോ പുതിയ തൂവലുകൾ കൈക്കൊള്ളുന്നത്, അതുപോലെ മരങ്ങൾ എങ്ങനെയാണോ പഴയ ഇലകളെല്ലാം കൊഴിച്ചിട്ട് പുതിയ ഇലകളെ കൈക്കൊള്ളുന്നത്, പാമ്പും മറ്റുമൊക്കെ പടം പൊഴിച്ചിട്ട് പുതിയ പുറന്തോല് കൈക്കൊള്ളുമല്ലോ, അതുപോലെ നിങ്ങൾക്ക് നവജന്മം, പുതിയ ജന്മം
ജന്മം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പലർക്കും ജഡ്ജ്മെൻറ്റ് കിട്ടുന്നുണ്ട്. സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്കാണ് വരുന്നത്. ഇവിടെ വെളിച്ചം നിറഞ്ഞ ഒരു ലൈഫ്. നിങ്ങൾ പലരും കരഞ്ഞു വിളിച്ചിട്ടുണ്ട്, ദൈവമേ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഗതി, മറ്റുള്ളവരൊക്കെ എത്ര സുഖമായിട്ട് കഴിയുന്നു. അല്ല, നിങ്ങൾക്കും അതേ ഒരു ഗതി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മ തീർന്നു വരണം. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളിൽ നിന്നും, ആ ഡാർക്കായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, ഇരുട്ട് നിറഞ്ഞ ആ ഒരു ലൈഫിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക. നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പഴയ അതിനെയൊക്കെ വിട്ടുകളഞ്ഞിട്ട്, പഴയ ഓർമ്മകളെ വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ പുതുമയിലേക്ക് വരണം. അപ്പോഴാണ് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടുന്നത്, പുതിയൊരു ലൈഫ് കിട്ടുന്നത്, പ്രകാശം നിറഞ്ഞ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നത്. പഴയ ഇരുട്ടിനെ കൂടെ നിങ്ങൾ ഈ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയോ ഈ പ്രകാശവും ഇരുളും കൂടെ എന്താണ് കൂടി ചേർന്ന് നിങ്ങൾക്ക് ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. അതും കിട്ടില്ല, ഇതും കിട്ടില്ല, അങ്ങനത്തെ ഒരവസ്ഥ വരും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇരുട്ടിനെ അവിടെ ഉപേക്ഷിക്കുക, നെഗറ്റിവിറ്റി എല്ലാം കളയുക, ഉപേക്ഷിക്കുക, പാടെ ഉപേക്ഷിക്കുക. എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുക. നിങ്ങളുടെ മൈൻഡിനെ അതുപോലെ രൂപപ്പെടുത്തി കൊണ്ടുവരണം. സ്പിരിച്വൽ വേയിലൂടെ വന്നേ പറ്റൂ, സ്പിരിച്വൽ വർക്ക് ചെയ്തേ പറ്റൂ. അത്രമാത്രം നല്ല എനർജി ഇവിടെയുണ്ട്. കാരണം എന്നാൽ നിങ്ങൾക്കിത് അനുഭവിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ പിന്നീട് എന്താണ് വന്നിരിക്കുന്നത്? ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നു, ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നു, 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? സമ്പത്തിൻ്റെ സഫലത വരാൻ പോകുന്നുണ്ട്, സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം അനുഭവിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? നിങ്ങൾ പഴയ നിന്നിടത്ത് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കാതെ മുന്നോട്ട് വരൂ. മനസ്സിലായില്ലേ? അപ്പോൾ വേണ്ടിടത്ത് വേണ്ടതുപോലെ പെരുമാറാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. വേണ്ട കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, വേണ്ടാത്തതിനെ തിരസ്കരിക്കൂ. അതാണ് പറയുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾ പലർക്കും ഇവിടെ വിവാഹത്തിനുള്ള സമയമെടുത്തിരിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക്, സന്തോഷകരമായ കുടുംബജീവിതത്തിലേക്ക്, മറ്റുള്ളവരുടെ ആദരവ്, ഇഷ്ടം, സ്നേഹം പിടിച്ചു പറ്റാനുള്ളത്, മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരവസ്ഥ, ഇതൊന്നും ചിലപ്പോൾ മുൻപൊന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അതാണ് പറയുന്നത്. മുൻപ് നിങ്ങൾക്കിത് ലഭിച്ചിട്ടില്ല, മുൻപ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, പലരെയും നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ സാഹചര്യം മാറി നിങ്ങളിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒരേപോലെ കാണാനുള്ള ഒരു കഴിവ് വന്നിട്ടുണ്ട് ഇവിടെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഈ 3-4 കാർഡ്സ് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വന്നിരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലൈറ്റ് വന്നിരിക്കുന്നു, പ്രകാശം പരന്നിരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പീസ് വന്നിരിക്കുന്നു, സമാധാനം വന്നിരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവിടെ എന്താണ് ലവ് വന്നിരിക്കുന്നു, സ്നേഹം വന്നിരിക്കുന്നു. ഈ സ്നേഹം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ വലിയ ഒരു ആശ്വാസമാണ്, വളരെ നല്ല ഒരു തുടക്കത്തിലേക്ക് നിങ്ങളിവിടെ പോകുന്നുണ്ട്. മജിഷ്യൻ കണ്ടില്ലേ? നിങ്ങൾ അതുപോലെ തന്നെ പഴയതിനേക്കാളും ഉന്മേഷത്തോടുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ലൈഫിലേക്ക് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് പേർക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ്, നല്ല ദൈവാനുഗ്രഹമുള്ളതായിട്ട് കാണുന്നു. പുതിയ ലൈഫിലേക്ക് പോകും തോറും എന്താണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വരാതിരുന്ന വ്യക്തികൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തികൾ മുൻപ് നിങ്ങളുടെ കഷ്ടകാല സമയത്ത് നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. അപ്പോൾ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി പിന്നീട് കാത്തിരിക്കാൻ തുടങ്ങി. യാതൊരു വിവരവുമില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സമയം നല്ലതല്ലായിരുന്നു, സമയം മോശമായിരുന്നു, നിങ്ങൾ ഇരുണ്ടടഞ്ഞ റൂമിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ എന്താണ്? നിങ്ങളെ അവർ അന്വേഷിച്ച് വരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് സമാധാനം വരുന്നത്, പീസ് വരുന്നത്, ലൈറ്റ് വരുന്നത്, ലവ് വരുന്നത്, എല്ലാം ഒന്നിച്ച് വരുന്നുണ്ട്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. സമാധാനം കിട്ടണമെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് സാമ്പത്തികം വരണം അല്ലേ? ഇവിടെ സാമ്പത്തികത്തിൻ്റെ എനർജി നല്ല പോലെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തികത്തിൻ്റെ സ്രോതസ്സുകൾ വരുന്നുണ്ട്. പുതിയ ജോലിയിലേക്ക് പോകാനുള്ള അവസരം വന്നിരിക്കുന്നു. എവിടെയായാലും ഏത് നാട്ടിലായാലും നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് പോകാനുള്ള സാധ്യത, അല്ല അത് അവിടെ നിന്ന് സാമ്പത്തികം ലഭിക്കാനുള്ള സാധ്യത, ഏത് വഴിയിലൂടെയും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. ഏത് വഴിയിലൂടെയും നിങ്ങൾക്ക് സമാധാനം ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെയുള്ളത്. ഇവിടെ പുതിയൊരു ലൈഫ് വരുന്നുണ്ട്, പുതിയ ഒരു രൂപമാറ്റം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകും, നല്ലൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ പല കാര്യങ്ങൾക്കും ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് പലരും. ഈ സ്റ്റക്കായിട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 9 ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. കണ്ടല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിറഞ്ഞ സ്നേഹം നിങ്ങളെ തേടി വരുന്നുണ്ട്, ഇവിടെ നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്.
മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. ഇവിടെ വാൺസ് എനർജി കൊണ്ട് 8 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. കരിയർ സംബന്ധമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്രസ് വരുന്നുണ്ട്, നിങ്ങളിലേക്ക് നല്ല ഒരു പ്രകാശം വരുന്നുണ്ട്. ഏറ്റവും സ്പീഡിലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു പല കാര്യങ്ങൾക്കും. ചിലപ്പോൾ ജോലി കാര്യങ്ങളിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അത് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ന്യൂ മൂണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ പുതിയ ഒരു സൈക്കിൾ എൻഡ് ആയിട്ട് ഒരു പുതിയൊരു സൈക്കിൾ തുടങ്ങുകയാണ് ഇവിടെ, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിളാണ് ഇവിടെ എൻഡ് ആവുന്നത്. ആ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആയിട്ട് നിങ്ങൾക്ക് പുതിയൊരു സൈക്കിൾ തുടങ്ങുകയാണ് ഇവിടെ. ആ ഒരു തുടക്കം തന്നെ നിങ്ങൾക്ക് സന്തോഷകരമാണ് എന്ന് ഇവിടെ കാണുന്നു. ഏത് കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം, അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഏതൊരു കാര്യത്തിൽ ഇവിടെ നിങ്ങൾക്ക് സോൾമേറ്റ് കണക്ഷനുള്ള ആൾക്കാരുടെ എനർജി കാണുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ തീർച്ചയായിട്ടും ഇവിടെ വന്നു ചേരുന്ന എനർജി, അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ലഭിക്കുന്നു. വളരെയധികം സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് പാർട്ട്ണർഷിപ്പ് ചേർന്ന് ഐക്യം പ്രാപിച്ച് വളരെയധികം യോജിച്ച് അവരുടെ അഭിപ്രായങ്ങളോട് യോജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു എനർജി. പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് പോവുക, പരസ്പരം സ്നേഹിച്ചു പോവുക, പരസ്പരം അനുസരിച്ച് പോവുക, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയ പ്രകാശം നിങ്ങളിൽ ലൈഫിലേക്ക് വരുന്നു, സമാധാനം വരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈഫിലേക്ക് നല്ല സന്തോഷത്തോടെ പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, 9 ഓഫ് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അതുപോലെ തന്നെ പെൻഡക്കിൾ എർത്ത് സൈനാണ് ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. വാൺസ് ഫയർ സൈനാണ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ബട്ടർഫ്ലൈ കണ്ടില്ലേ, 6 ഓഫ് വാൺസ്. ഇവിടെ 6 എന്ന് പറയുന്ന ഒരു മാറ്റമാണ്, രൂപമാറ്റം സംഭവിക്കുകയാണ്. ഇവിടെ കണ്ടോ, ഈ 6 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു രൂപമാറ്റമാണ്. ഇതുപോലെ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പലരും, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന 8 ഓഫ് വാൺസ് വന്നിരിക്കുന്നു. സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. 8 ഓഫ് സോഡ്സ് ആണിത്. 8 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴെന്താണ്? പലരും ശ്വാസം മുട്ടിക്കഴിയുകയാണ്. മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്തകളാണ്. അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ? എന്തുകൊണ്ട്? മറ്റുള്ളവരെ എന്തിനു നോക്കണം? നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. നിങ്ങൾ ആ ഒരു വഴിയിലൂടെ വരിക. നിങ്ങൾക്ക് സ്നേഹം, സന്തോഷം കിട്ടുന്ന വഴിയിലൂടെ മാത്രം നിങ്ങൾ വരിക. മറ്റുള്ളതൊന്നും നോക്കണ്ട, മറ്റുള്ളവർ പറയുന്നൊന്നും കേൾക്കണ്ട. എന്ത് പറയും എന്ന് വിചാരിച്ചല്ലേ, എന്ത് കരുതും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആർക്കു വേണ്ടിയും ഒരു ത്യാഗവും ചെയ്യാൻ നിൽക്കണ്ട. അതുവഴിയാണ് നിങ്ങൾക്കിവിടെ സന്തോഷം ലഭിക്കുന്നത്. അടുത്ത് തന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സ്നേഹത്തിൻ്റെതായ സഫലത നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം വരുന്നുണ്ട്, പുതിയൊരു മാറ്റം വരുന്നുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ്, സാമ്പത്തികമായ ജഗ്ലിംഗ് ഉള്ളവരുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജി ഇവിടെ വരുന്നുണ്ട്. കാരണം ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അത് ഏസ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്കിവിടെ സക്സസ് ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നോ നീഡ് ടു വറി എന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോ പറഞ്ഞിരിക്കുന്നു. കാരണം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കരുത്. അവിടെ തന്നെ അങ്ങനെ നിൽക്കണ്ട. ഇപ്പോൾ കാണുന്ന അപകടകരമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ അങ്ങനെ നിൽക്കണ്ട. മുന്നോട്ട് വരൂ, രക്ഷപ്പെട്ട് മുന്നോട്ട് വാ. പോസിറ്റീവായൊരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് വന്നോളൂ, അവിടെ തന്നെ നിൽക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. there is something better. അങ്ങനെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? പല കാര്യങ്ങളും നല്ലതായിട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. നല്ല ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു. നല്ലൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റക്കായിട്ട് നിൽക്കുന്ന മോശപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നും മുന്നോട്ട് വരൂ. നിങ്ങളെ ഒരു നല്ല വഴി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നന്മ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയ ചില നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു, അത് സംഭവിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് മുന്നോട്ട് വരൂ എന്നാണ്
ഇവിടെ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ മെസ്സേജ് വന്നിരിക്കുന്നത്. സക്സസ് ആണ് വരാൻ പോകുന്നത്. കണ്ടില്ലേ, പലർക്കും ഞാൻ ആദ്യം തന്നെ എന്ത് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം, ഒരു പുതിയ ലൈഫിലേക്ക്, പുതിയ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നു, പുതിയതിലേക്ക് വരാൻ തുടങ്ങുന്നു. അതുതന്നെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സാമ്പത്തികത്തിൻ്റെ, സ്നേഹത്തിൻ്റെ എല്ലാം സമാധാനവും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുതന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് സക്സസ് വന്നിരിക്കുന്നു. അതെ, യെസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യെസ്, സക്സസ് ആണ്, നിങ്ങളിലേക്ക് സക്സസ് വരും തീർച്ചയായിട്ടും. ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെ അനുവർത്തിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് സക്സസ് തന്നെയാണ് വരാൻ തുടങ്ങുന്നത്. മടി പിടിച്ചൊരു റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല. പഴയ കാര്യങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ്, ഒന്നും ലഭിക്കില്ല. അതുകൊണ്ട് മുന്നോട്ട് വരൂ, സക്സസ് നേടൂ. ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ അവസരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവസരങ്ങൾ. എന്തിന്? എങ്ങനെയുള്ളത്? എംപ്രസിൻ്റെ എനർജി ഉണ്ട് ഇവിടെ, 9 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ്, അതുപോലെ മജീഷ്യൻ്റെ എനർജി, ജഡ്ജ്മെൻറ്റ്. ഇതാണ് അവസരങ്ങളാണ്. ഇത് മുന്നോട്ട് സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് വരാനുള്ള അവസരങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. മജീഷ്യൻ്റെ എനർജി തന്നെ എന്താണ്? നിങ്ങൾക്ക് അവസരം തരികയാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യൂ, ഇഷ്ടമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കൂ. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലേക്ക് പ്രവർത്തിക്കാം. അത് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് വരും. നിങ്ങളെ തേടി അവസരങ്ങൾ വന്നെത്തും. നിങ്ങൾ ലൈഫിലൊരു നല്ല സക്സസ്സാണ് വരാൻ പോകുന്നത്. ബി അസർട്ടീവ്. അതെ എന്താണ് ഇവിടെ അസർട്ടീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, ബി അസർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കൂ. ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരും. ശുഭാപ്തി വിശ്വാസമുള്ളവരാവും ആവൂ. എനിക്കിത് ലഭിക്കും എന്നുള്ള വിശ്വാസം വേണം. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് കിട്ടുമോ? കിട്ടില്ല. അവരവിടെ അങ്ങനെയൊക്കെ പറയും. പിന്നെ അതിന് എനിക്ക് ബുദ്ധിമുട്ടാൻ വയ്യ, എനിക്ക് മെനക്കെടാൻ വയ്യ, അതല്ല അത് കിട്ടത്തില്ല എന്നൊക്കെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നിങ്ങളിലേക്ക് വരില്ല. തീർച്ചയായും നിങ്ങളിലേക്ക് അതേ സമയത്ത് എനിക്കത് ലഭിക്കും, ഞാൻ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ സക്സസ് വന്നു ചേരും. കണ്ടില്ലേ, അതാണ് പറയുന്നത്. മടി പിടിച്ചിരിക്കാതെ നിങ്ങൾ മുന്നോട്ട് വരൂ, സ്പിരിച്വൽ വേയിലൂടെ വരൂ, സ്പിരിച്വൽ വർക്ക് ചെയ്യൂ, ആത്മീയതയിലേക്ക് വരൂ, സോളിനെ അറിയൂ, നിങ്ങളുടെ സോളിന് സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യൂ. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നത്, ഓപ്പർച്യൂണിറ്റി വരുന്നത്. അതെ, യെസ്, കണ്ടില്ലേ, യെസ്, അങ്ങനെ തന്നെ ചെയ്യൂ. നോ നീഡ് ടു വറി. ഒന്നുകൊണ്ടും വിഷമിക്കാനില്ല. അപ്പോൾ പുതിയൊരു മൂൺ നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണ്? പുതുമയിലേക്ക് വരൂ. നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസ് വരുന്നുണ്ട്, പുതിയൊരു ലൈഫ് വരുന്നുണ്ട്, മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്ന ഈ എനർജി. അപ്പോൾ ഇതൊക്കെ ആണ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. വീണ്ടും നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.